GST വിഷയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ഒരു വിഭാഗം പിന്മാറി. ഹസൻ കോയ വിഭാഗമാണ് പിന്മാറിയത്. അതേസമയം കേരളത്തിൽ കോഴിവില വർദ്ധിപ്പിക്കുന്നത് ഒരു വിഭാഗം കുത്തകകളാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. MRP-യേക്കാൾ വില കൂട്ടേണ്ട സാഹചര്യം കേരളത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ധനമന്ത്രി തോമസ് ഐസക് സർക്കാരിന്റെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അതേസമയം സമരത്തിൽ നിന്നില്ല എന്ന ഒരു വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുക? മറ്റൊരു വിഭാഗം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് രാവിലെ 8 മണി മുതലാണ് ആലപ്പുഴയിൽ ധനമന്ത്രിയുമായി വിവിധ വ്യാപാരി വ്യവസായി സംഘടനകൾ ചർച്ച നടത്തിയത്. ഇതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഒരു വിഭാഗം മാത്രമാണ് ഇനിയും സമരവുമായി മുൻപോട്ട് പോകുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മറ്റ് സംഘടനകളൊക്കെ തന്നെ, വ്യാപാരി വ്യവസായി സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുകയാണ്. കാരണം കടയടപ്പ് സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അതിന് പ്രധാനമായിട്ടും ഇന്ന് നടത്തിയ ചർച്ചകൾക്ക് മന്ത്രി 3 മാസക്കാലം ഈ വ്യാപാരി വ്യവസായികൾക്ക് കിഴിവ് നൽകിയിട്ടുണ്ട്. കാര്യം ഈ 3 മാസക്കാലം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് സർക്കാർ നേരിട്ട് പരിഹരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 മാസക്കാലത്തിനുള്ളിൽ തന്നെ GST നടപ്പിലാക്കാൻ കേരളത്തിൽ വ്യാപാരി വ്യവസായികൾക്ക് പൂർണ്ണമായിട്ടും കഴിയും. കാര്യം ഇതിനു മുമ്പ് വാറ്റ് വന്നപ്പോൾ പോലും ഏകദേശം 1 വർഷത്തോളം എടുത്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് മന്ത്രി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായ സമിതിയും ഏകോപന സമിതിയുടെ വിഭാഗവും കടയടപ്പ് സമരവുമായി മുൻപോട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ നസറുദ്ദീൻ നയിക്കുന്ന വിഭാഗം മാത്രമാണ് ഇപ്പോൾ സമരത്തിൽ നിന്നും പിൻപോട്ടില്ല എന്നുള്ള നിലപാടുമായി നിൽക്കുന്നത്. ഇവർ ഒരു നിവേദനം മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഈ നിവേദനം മന്ത്രി അംഗീകരിക്കുകയാണെങ്കിൽ അവർ സമരമില്ലാതെ സഹകരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. GST കേരളത്തിൽ നടപ്പിലാക്കുന്നത് 3 മാസക്കാലത്തേക്ക് നിർത്തിവെക്കണം എന്നുള്ളതാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല. കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമം അല്ലെങ്കിൽ അത്തരത്തിലൊരു ബില്ല് ഇത് കേരളത്തിൽ മാത്രമായിട്ട് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകളൊന്നും യാതൊരു കാരണവശാലും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരുമായിട്ട് നടക്കുന്ന ചർച്ചകൾ പൂർത്തിയാകാതെ നിൽക്കുന്നത്. അതേസമയം കോഴി ഇറച്ചി വ്യാപാരികളും അതുപോലെ കോഴി തമിഴ്നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന മറ്റു ചില വ്യാപാര സംഘടനകളുമൊക്കെ ആയിട്ട് മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇവരൊക്കെ തന്നെ ഈ 14% കിഴിവ് വന്നിട്ട് പോലും കോഴിയിറച്ചി കൂടിയ വിലയ്ക്കാണ് വിൽപ്പന നടത്തി വരുന്നത്. അത് പാടില്ല. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കോഴിയിറച്ചി വിൽപ്പന നടത്തണമെന്നൊരു നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വെച്ചു. ഇതിൽ നിന്നും യാതൊരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം ഉറച്ച ഒരു തീരുമാനത്തിലാണ്. മാത്രമല്ല, ഈ കോഴിയിറച്ചി വിപണി നിയന്ത്രിക്കുന്ന ചില വൻകിട ലോബികളാണ്. ആ ലോബികൾ നികുതി വെട്ടിപ്പും വ്യാപകമായിട്ട് നടത്തുന്നതായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും കോഴി വിപണി മാത്രമാണ് ഇപ്പോൾ സമരവുമായി രംഗത്ത് നിൽക്കുന്നത്. എന്നാൽ വ്യാപാരി വ്യവസായി സംഘടനകൾക്ക് സമരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഭൂരിപക്ഷം സംഘടനകളും വർഗീയ കലാപത്തിന് പരസ്യമായി ആഹ്വാനം നൽകി BJP MLA. 2002 ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കൾ തിരിച്ചടിച്ചതുപോലെ പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ ഉണരണമെന്നാണ് ഹൈദരാബാദ് ഘോഷ്മഹൽ MLA T. Raja Singhന്റെ ആഹ്വാനം. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് വർഗീയ കലാപത്തിന് ആഹ്വാനം നൽകുന്നത്. പശ്ചിമബംഗാളിലെ വിവിധ മേഖലകളിൽ വർഗീയ കലാപം തുടരുന്നതിനിടെയാണ് അക്രമത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്ത് BJP MLAയുടെ വീഡിയോ സന്ദേശം. ഹൈദരാബാദ് ഘോഷമഹലിലെ BJP MLA T. Raja Singh ആണ് ഹിന്ദുക്കളോട് തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്തത്. 2002 ഗുജറാത്ത് കലാപകാലത്ത് ഹിന്ദുക്കൾ ശക്തമായ തിരിച്ചടി നൽകി. അതേപോലെ പശ്ചിമബംഗാളിലെയും ഹിന്ദുക്കൾ തിരിച്ചടിക്കണം. പശ്ചിമബംഗാളിൽ ഹിന്ദുക്കൾ ഇപ്പോൾ സുരക്ഷിതരല്ല. തിരിച്ചടി നൽകിയില്ലെങ്കിൽ ബംഗാൾ വൈകാതെ ബംഗ്ലാദേശായി മാറുമെന്നും അത് തടയാൻ ബംഗാൾ കടുവകൾ ഉണരണമെന്നുമാണ് BJP MLAയുടെ ആഹ്വാനം. ഗുജറാത്ത് ഹിന്ദുओं ने जो जवाब दिया था आज उसी तरह से बंगाल के हिंदुओं को जवाब देने की आवश्यकता है. വീഡിയോ സന്ദേശത്തിൽ T. Raja Singh പശ്ചിമബംഗാൾ സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നു. വർഗീയവാദികളെ പശ്ചിമബംഗാൾ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാണ് രാജയുടെ ആരോപണം. നേരത്തെയും വർഗീയ പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ ആളാണ് T. Raja Singh. അയോധ്യയിലെ രാമക്ഷേത്രത്തെ എതിർക്കുന്നവരുടെ തലവെട്ടുമെന്ന് വെല്ലുവിളിച്ച രാജയ്ക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സെൻകുമാർ വിഷയത്തിൽ പിണറായിയെ പിന്തുണച്ച് യൂത്ത് ലീഗ്. 2 ദിവസത്തേക്കെങ്കിലും സെൻകുമാറിനെ മാറ്റിയ പിണറായിയാണ് ശരിയെന്നും സെൻകുമാറിന്റെ നിലപാട് വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്നതാണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം വ്യക്തമാക്കി. സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണ അർപ്പിച്ചാണ് യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം രംഗത്തെത്തിയിരിക്കുന്നത്.
2 ദിവസത്തേക്കെങ്കിൽ 2 ദിവസത്തേക്ക് സെൻകുമാറിനെ പോലുള്ള ഒരു കൊടും വർഗീയവാദിയെ DGP കസേരയിൽ നിന്ന് മാറ്റി നിർത്തിയ പിണറായിയാണ് ശരിയെന്ന് നജീബ് കാന്തപുരം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പോസ്റ്റിലുടനീളം സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സെൻകുമാറിന്റെ അഭിമുഖത്തിലെ പരാമർശങ്ങൾ ഞെട്ടലോടെയും വേദനയോടെയുമാണ് വായിച്ചത്. കടുത്ത വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ സെൻകുമാറിനെ പ്രേരിപ്പിച്ചത് ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നും നജീബ് അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ TP സെൻകുമാറിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 പേർ മുസ്ലിമാണെന്ന വിവരം ഏത് ഡേറ്റാബേസിൽ നിന്നാണെന്ന് സെൻകുമാർ പറയണം. സെൻകുമാറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. സെൻകുമാറിന്റെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടെന്നും PK ഫിറോസ് വ്യക്തമാക്കി. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയതിന് മുൻ DGP സെൻകുമാറിനെതിരെ IPC 153A പ്രകാരം കേസെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. സെൻകുമാറിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ യൂത്ത് ലീഗ് DGPക്ക് പരാതി നൽകും. അദ്ദേഹം പോലീസിലെ പദവികളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം എടുത്ത നടപടികളിൽ ഏതെങ്കിലും വ്യക്തികളെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച് ജയിലിലടക്കാൻ അദ്ദേഹത്തിന് നടപടികൾ കാരണമായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും അന്വേഷിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. സൗദിയിൽ മരിച്ച വയനാട് സ്വദേശി ജയപ്രകാശിന്റെ മൃതദേഹം നാളെ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിക്കും. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള അനുമതി ലഭിച്ചത്. വിദേശത്തുനിന്ന് മൃതദേഹം എത്തിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് രേഖകൾ എയർപോർട്ടിൽ എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പുതിയ വ്യവസ്ഥ പുറത്തിറക്കിയിരുന്നു. ഈ വ്യവസ്ഥ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പിനെയും വ്യോമയാന മന്ത്രിയെയും അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കോഴിക്കോട് വിമാനത്താവള അധികൃതർക്ക് മൃതദേഹം വേഗത്തിൽ എത്തിക്കാനുള്ള നിർദ്ദേശം നൽകി. നാളെ പുലർച്ചെ 2:30 ദമാം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹം രാവിലെ 9:30 കരിപ്പൂരിൽ എത്തിക്കും. ഗൾഫിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് പ്രവാസികൾ. പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത് ദിവസങ്ങളോളം വൈകുമെന്ന ആശങ്കകൾ ഉയർന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഗൾഫിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 48 മണിക്കൂർ മുമ്പേ അനുമതി വേണമെന്ന ഉത്തരവിനെതിരെ പ്രവാസ ലോകത്ത് പ്രതിഷേധം വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലെ ഹെൽത്ത് ഓഫീസർ ഷാർജ വിമാനത്താവളത്തിലേക്ക് അയച്ച ഉത്തരവിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടായത്. വ്യാഴാഴ്ച ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് ഒരു മൃതദേഹം കയറ്റി അയക്കുന്നതിനിടെയാണ് 48 മണിക്കൂർ മുൻപ് ഇത് സംബന്ധിച്ച രേഖകൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തണമെന്ന് ഹെൽത്ത് ഓഫീസർ ആവശ്യപ്പെട്ടത്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, എംബാമിംഗ് സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള NOC, റദ്ദാക്കിയ പാസ്പോർട്ടിന്റെ കോപ്പി എന്നിവയാണ് ഹാജരാക്കേണ്ടത്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നേരത്തെ ലഭിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കി 2 ദിവസം കൂടി കാത്തുനിന്നാലേ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്കാണ് പുതിയ നിയന്ത്രണം വഴിവെക്കുന്നത്. നിലവിൽ പ്രവാസികളുടെ മൃതദേഹങ്ങൾ മരിച്ച അന്ന് തന്നെയോ പിറ്റേ ദിവസമോ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളതെന്ന് 33 വർഷമായി UAE-യിൽ നിന്ന് മൃതദേഹങ്ങൾ കയറ്റിയേക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായ വിദ്യാധരൻ പറയുന്നു. ഈ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബോഡി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു 10, 15, 17 ഓഫീസിൽ കയറി ഇറങ്ങണം. അത് നോർമൽ മരണമാണെങ്കിൽ, ഹോസ്പിറ്റലിൽ വെച്ച് മരണിക്കുന്നതാണെങ്കിൽ 1 ദിവസം കൊണ്ടൊക്കെ പേപ്പർ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പേപ്പർ ശരിയാക്കി ഞങ്ങൾക്ക് അയക്കാൻ കഴിയും. ഇത്രയും ഓഫീസ് കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റിലാണ് എംബാമിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോഴേ എല്ലാ വർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ്. എംബാമിംഗ് ചെയ്തിട്ട് പിന്നെ 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ പേപ്പർ എന്നിട്ട് 48 മണിക്കൂർ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ബോഡി എവിടെ വെച്ചേക്കും? ആര് സൂക്ഷിക്കും? പിന്നെ എംബാമിംഗ് സെൻറ്ററിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചെടുക്കത്തില്ല. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ സൂക്ഷിച്ചു വയ്ക്കില്ല. പിന്നെ ആര് ഉത്തരവാദി? മൃതദേഹങ്ങൾ അയക്കുന്നത് അനിശ്ചിതമായി വൈകുന്ന സാഹചര്യം പ്രവാസികളെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പുതിയ വ്യവസ്ഥകൾ പിൻവലിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ടി ജമാലുദ്ദീൻ, ദുബായ്. യുവമോർച്ച നേതാവ് സജിൻ രാജന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ്. മരണം ആത്മഹത്യ തന്നെയെന്ന് തെളിയിക്കുന്ന നിർണായക തെളിവുകളും മൊഴികളും പോലീസിന് ലഭിച്ചു. സിജു കണ്ണൻ തരും കൂടുതൽ വിവരങ്ങൾ. സിജു, നിർണായകമായ തെളിവുകൾ അത് ആത്മഹത്യ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതാണോ? വിശദാംശങ്ങൾ.
യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജിന്റെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് അവസാനമായി ഉറപ്പിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയവയിലെ മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കാവുന്ന തെളിവുകൾ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം നേരത്തെ ഒറ്റപ്പാലത്തെത്തി സജിൻ രാജിന്റെ സുഹൃത്തുക്കളുടെയും അതോടൊപ്പം തന്നെ സജിൻ രാജുമായി ബന്ധപ്പെട്ടത് സംശയിക്കുന്ന സ്ത്രീയുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഒരാളിൽ നിന്ന് സജിൻ രാജ് 2 ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് ആറ്റിങ്ങലിലേക്കുള്ള യാത്രക്കിടെ പെട്രോൾ പമ്പ് ജീവനക്കാരിൽ നിന്ന് 2000 രൂപ വാങ്ങിയതായും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇതിന് പിന്നാലെ തൃശൂർ ഇടപ്പള്ളി ടോൾ ബൂത്തുകളുടെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ തൃശൂരിൽ നിന്ന് ആലുവ വരെ ഒരാൾ സജിനോടൊപ്പം യാത്ര ചെയ്തതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇയാളിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ സഹായം നൽകുകയായിരുന്നു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. സജിനുമായി ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പോലീസിന് വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചത് ഒറ്റപ്പാലത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് പുറപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് വാട്സപ്പിൽ ആത്മഹത്യ സൂചിപ്പിച്ചുകൊണ്ട് സജിൻ രാജ് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പെൺകുട്ടിയിൽ നിന്ന് പോലീസ് ചോദിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഈ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം ഉണ്ടെന്നാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളുടേതുൾപ്പെടെയുള്ള മൊഴികൾ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ പരിശോധിച്ചു തുടങ്ങും. അതിനുശേഷമായിരിക്കും പോലീസ് ഏതെങ്കിലും തരത്തിൽ ഈ സജിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ വഞ്ചനാ കുറ്റം അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുക എന്നാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകൾ അപകടത്തിൽ. പാളം ഉറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ ദ്രവിച്ചിളകിയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി നടക്കുന്നില്ല എന്ന് വ്യക്തം. ദ്രവിച്ചു മാറിയ പാളങ്ങൾ പലക വെച്ച് ഉറപ്പിച്ച നിലയിലുമാണ്. ദിവസവും 10,000-കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യജീവനുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. റെയിൽവേ പാളങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ തകർന്ന് തുരുമ്പ് പിടിച്ച കമ്പികൾ പുറത്തു കാണാവുന്ന അവസ്ഥ. പാളങ്ങൾ ഉറപ്പിച്ച കോൺക്രീറ്റ് പാളികൾ തകർന്ന സ്ഥലങ്ങളിൽ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന നിലയിൽ. റെയിൽവേയെ വിശ്വസിച്ച് ചീറിപ്പായുന്ന ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യജീവനുകൾക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് റെയിൽവേ അധികൃതർ. ഇനിയൊരു വൻ ദുരന്തം വിളിച്ചു വരുത്തുവാൻ മനഃപൂർവ്വം കാത്തിരിക്കുന്നത് പോലെയാണ് ഈ ചിത്രങ്ങൾ തരുന്ന മറുപടി. ഡിവിഷണൽ മാനേജറുടെ മൂക്കിന് താഴെ ഇത്രയും മനുഷ്യജീവൻ വെച്ച് കളിക്കുന്ന, മനുഷ്യജീവൻ വെച്ച് കുരുതി ആടുന്ന ഒരു രംഗമാണ്. ഇത് വളരെയധികം വിഷമിപ്പിക്കുന്നതും ഞെട്ടൽ ഉണ്ടാക്കിയതുമായ ഒരു സംഭവമാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽവേ ട്രാക്കുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഞങ്ങൾ റെയിൽവേ അധികൃതരെ സമീപിച്ചെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു ആദ്യ മറുപടി. പക്ഷേ ചിത്രങ്ങളടക്കം വിസ്തരിച്ചപ്പോൾ അല്പമെന്ന് പരിങ്ങിയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്നായിരുന്നു മറുപടി. സ്റ്റേഷനുകളായതുകൊണ്ട് ട്രെയിനുകൾ വേഗത കുറച്ചായിരിക്കും എത്തുക. അതിനാൽ അപകടങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുകയായിരുന്നു അവർ. എന്നാൽ റെയിൽവേ അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം: ഇവിടെ സഞ്ചരിച്ചെത്തുന്നവരുടെയും ട്രെയിൻ കാത്തു നിൽക്കുന്നവരുടെയും ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. അതിനാൽ വലിയൊരു അപകടത്തിനായി കാത്തിരിക്കരുത്. ദുരന്തങ്ങൾക്ക് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചല്ല, മറിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മുൻകരുതലുകളെക്കുറിച്ചാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ക്യാമറാമാൻ അജിത് കാരോടിനൊപ്പം റിനു ശ്രീധർ, പീപ്പിൾ ടിവി. സ്വർണത്തിന് ഈടാക്കുന്ന GST പൂർണ്ണമായും പ്രത്യേക ഡിസ്കൌണ്ടായി ഉപഭോക്താക്കൾക്ക് തന്നെ തിരിച്ചു നൽകുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിലൂടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് പുതിയ ഉപഭോക്തൃ സൗഹൃദത്തിന് മലബാർ ഗോൾഡ് തുടക്കമിടുകയാണെന്ന് ചെയർമാൻ MP അഹമ്മദ് അറിയിച്ചു. ഇരിങ്ങാലക്കുട ചുങ്കത്ത് ജ്വല്ലറിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 165 വിദ്യാർത്ഥികളാണ് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണക്കാടൻ അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത്.